ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു നായയെ വളർത്തുന്ന കാര്യം പലർക്കും അറിയില്ല. അതിൻ്റെ ഫോട്ടോ പോലും എടുത്തിട്ടില്ല. പൊതുപരിപാടികളിൽ ഒരിക്കലും കണ്ടിട്ടുമില്ല. ഔദ്യോഗിക ജീവിതത്തിലും ഒരിക്കലും ആ നായയുടെ പേര് പോപ്പ് പരാമർശിച്ചിട്ടില്ല. എന്നാൽ ഈ നായയ്ക്ക് മനോഹരമായൊരു പേരുണ്ട്: ടിബീരിയോ. ക്ഷീണിച്ച കണ്ണുകളും വളഞ്ഞ ചെവികളുമുള്ള ഒരു ചെറിയ നായ. 5 വർഷം മുമ്പ് റോമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നാണ് പോപ്പിന് ടിബീരിയോയെ കിട്ടുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തരായ നേതാക്കൾക്ക് പോലും പോപ്പിന് ചോദ്യം ചെയ്യാനാവാത്ത വിധത്തിൽ വിശ്വസ്തത നൽകാൻ പരാജയപ്പെട്ട ഒന്ന് ടിബീരിയോയ്ക്കുണ്ടായിരുന്നു. വത്തിക്കാൻ ഗാർഡനിൽ വെച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ടിബീരിയോയെ കണ്ടുമുട്ടിയത്. ടിബീരിയോ പ്രഭാത നടത്തത്തിനിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. ഫ്രാൻസിസ് മുട്ടുകുത്തിയപ്പോൾ നായ അടുത്തേക്ക് വന്നു. വളരെ താഴ്മയോടെയിരുന്നു. പോപ്പിനെ വിട്ടുപോയില്ല. ആ ദിവസം പോയതേയില്ല. അവർ എല്ലാ ദിവസവും രാവിലെ പിന്നീട് ഒരുമിച്ച് നടക്കുകയും ഒലിവ് മരങ്ങൾക്കിടയിൽ നിശബ്ദമായി ഇരിക്കുകയും ചെയ്തു. ടിബീരിയോ പോപ്പിൻ്റെ ചെരുപ്പിൽ താടി വയ്ക്കുമായിരുന്നു. അവൻ ഒരിക്കലും പോപ്പിനെ കണ്ട് കുരച്ചില്ല, യാചിച്ചില്ല. 2025 ഏപ്രിൽ 21 രാവിലെ ഫ്രാൻസിസ് മാർപ്പാപ്പ അവസാന ശ്വാസമെടുക്കുമ്പോൾ ടിബീരിയോ അദ്ദേഹത്തിൻ്റെ അരികിൽ ഉണ്ടായിരുന്നില്ല. മെഡിക്കൽ സ്റ്റാഫ് മുറിയിൽ നിന്ന് ടിബീരിയോയെ മാറ്റി നിർത്തി. പക്ഷേ മെഷീനുകൾ നിശ്ചലമാവുകയും വിലാപത്തിൻ്റെ മർമ്മരം ഹാളുകളിൽ പടരാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ ടിബീരിയോ അലറാൻ തുടങ്ങി. വളരെ നീണ്ട താഴ്ന്ന ശബ്ദത്തിൽ. ടിബീരിയോയുടെ അലർച്ച കേട്ട് കൊട്ടാരത്തിന് പുറത്തുള്ള കാവൽക്കാർ പോലും തല താഴ്ത്തി.